ബാങ്കെ ബിഹാരി എന്ന് പറഞ്ഞിട്ട് സാക്ഷിയുടെ നെയിമൊക്കെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ബാങ്കെ ബിഹാരി ഹാജരാവാമെന്ന് പറഞ്ഞിട്ട് ജഡ്ജി വിളിക്കുമ്പോൾ 3 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേനും പുറത്ത് ഒരു വയസ്സായ ഒരാൾ പുതപ്പിലൊക്കെ ശരീരമൊക്കെ പൊതിഞ്ഞിട്ട് കോടതിയിൽ ഹാജരായി. അങ്ങനെ അവർ അയാളെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പണമിടപാടുകൾ വെച്ചിരിക്കുന്ന ഫയലൊക്കെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കണമെന്ന് ജഡ്ജിയോട് പറഞ്ഞു. അങ്ങനെ ഇവരുടെ നിരപരാധിത്വം തെളിഞ്ഞിട്ട് ഇവർക്ക് വീട് തിരിച്ചു കിട്ടി. ഇവർക്ക് സാക്ഷി പറയാൻ വന്ന ആളുടെ മുഖം കണ്ടിട്ട്, സാക്ഷി പറയാൻ സാക്ഷാൽ ദൈവമാണ് വന്നിരിക്കണത്, മുഖം കണ്ടിട്ട് ജഡ്ജി പോലും ഭയന്നുപോയി. തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യമുഖമായിരുന്നില്ല ബാങ്കെ ബിഹാരിയുടേത്. ബാങ്കെ ബിഹാരി അപ്രത്യക്ഷനാവുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ ജഡ്ജി ജോലി രാജിവെച്ച് വൃന്ദാവനത്തിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം ഒരു കൃഷ്ണഭക്തനായിത്തീർന്നു. ജഡ്ജ് ബാബ എന്ന പേരിലാണ് അദ്ദേഹം പിന്നീട് പ്രശസ്തനായത്. ബാങ്കെ ബിഹാരി വീണ്ടും കാണണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആ ഒരു വൃദ്ധ, ആ ഒരു സ്ത്രീ പിന്നെ അവരുടെ കാലം മുഴുവനും ബാങ്കെ ബിഹാരിയിൽ കഴിച്ചു.